ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുന്നത് നമ്മളെ തളർത്താനല്ല, നമ്മളെ ശക്തരാക്കാനും ഉണർത്താനുമാണ്. പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വഴികാട്ടിയാണ്, വെളിച്ചമാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നമുക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിൽ അവിടത്തേക്ക് നമ്മളെ എത്തിക്കുന്നത് പ്രതികൂല സാഹചര്യമാണ്. അപ്പോൾ ആ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ അതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഒരു കൃഷിക്കാരൻ, ദൈവവിശ്വാസിയായ കൃഷിക്കാരൻ ഒരു ദിവസം ദൈവത്തോട് പരാതിപ്പെട്ടു, ഞാനൊരു കൃഷിക്കാരനാണ്, നേരാംവണ്ണം വെള്ളം നീ എനിക്ക് നൽകുന്നില്ല, വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് നീ എന്നെ കടന്നു പോകാൻ അനുവദിക്കുന്നത്. കൃഷിശാസ്ത്രത്തെക്കുറിച്ച് അങ്ങേക്കൊന്നും അറിയില്ല, പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള കഴിവ് നീ എനിക്ക് നൽകുക. ദൈവം പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഈ കൃഷിക്കാരന് നൽകി. അദ്ദേഹം വിത്തിട്ടു, നേരാംവണ്ണം വെള്ളം നൽകി. ഒരു ഘട്ടമായപ്പോൾ വിത്ത് മുളച്ച് അത് തഴച്ച് ശരിയായ രീതിയിൽ വളർന്നു. ദൈവം നടന്നു പോകുമ്പോൾ അദ്ദേഹം ദൈവത്തെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് കൃഷിശാസ്ത്രത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. ഇപ്പോൾ നോക്ക്, എൻ്റെ ചെടി തഴച്ച് മുളച്ച് വളർന്നിരിക്കുകയാണ്. ദൈവം ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ പോയി. അങ്ങനെ ഈ ചെടി കൊയ്യേണ്ട സമയമായി, കൊയ്തു. മെതിക്കേണ്ട സമയമായി, മെതിച്ചു. പക്ഷേ അതിൽ ഗോതമ്പ് മണി ഉണ്ടായിരുന്നില്ലേ. ദൈവം വന്നപ്പോൾ കൃഷിക്കാരൻ ദുഃഖിച്ചിരിക്കുന്നത് കണ്ടു. കൃഷിക്കാരനോട് ദൈവം ചോദിച്ചു. കൃഷിക്കാരൻ പറഞ്ഞു, ദൈവമേ, അതിൽ ഗോതമ്പ് മണി ഇല്ല. അപ്പോൾ കൃഷിക്കാരൻ ചോദിച്ചു, നീ വിചാരിച്ചോ അനുകൂല സാഹചര്യങ്ങളിലാണ് നിൻ്റെ ആ ചെടി വളരുന്നതെന്ന്? അതിനേക്കാൾ പ്രതികൂല സാഹചര്യങ്ങളിലാണ് ആ ചെടി വളരുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് ആ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്.